പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സോളമൻ രാജാവിൻ്റെ കാലം മുതൽ ഇസ്രായേലിൽ അമ്മയാണ് രാജ്ഞി. ബത്ശേബ അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജ്ഞിയായിട്ട് അവരോധിക്കപ്പെടുക. രാജാവിൻ്റെ ഭാര്യയല്ല, അമ്മയാണ് രാജ്യത്തിൻ്റെ രാജ്ഞിയായിട്ട് അവരോധിക്കപ്പെടുന്നത്. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വ തിരുനാളിൻ്റെ ഓർമ്മയാഘോഷിക്കുകയാണ് നമ്മൾ. അതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് സുവിശേഷം വരിക. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്ത വചനം ധ്യാനിക്കണം. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ രാജ്യത്തിൻ്റെ രാജാവായി കർത്താവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതേ രാജ്യത്തിൻ്റെ മാറ്റമില്ലാത്ത രാജ്ഞിയായി പരിശുദ്ധ മാതാവ് മുടിധരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയാണത്. എന്തൊരു വലിയ ഭാഗ്യമാണെന്ന് ഓർക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് താഴ്മയോടുകൂടി നിൽക്കുന്ന ഒരു ദാസിപ്പെണ്ണിൽ നിന്നും ഈ സർവ്വലോകത്തിൻ്റെയും സ്വർഗാദി സ്വർഗങ്ങളുടെയും രാജ്ഞിയായി പരിശുദ്ധ മാതാവ് കരേറ്റപ്പെടുന്നതിൻ്റെ വലിയ സന്തോഷം നിറഞ്ഞ ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ മാതാവിന് സ്വർഗം കൊടുക്കുന്ന ഉറപ്പാണിത്. സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം വചനം തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇത്ര ഒരു താഴ്മയിൽ നിന്ന് ഒരാൾക്ക് സങ്കല്പിക്കാവുന്നതിലും അനുഭവിക്കാവുന്നതിലും ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് പരിശുദ്ധ മാതാവ് കരേറ്റപ്പെടുന്ന ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ അമ്മയെ നമ്മുടെ കുടുംബത്തിൻ്റെ രാജ്ഞിയായി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരമ്മ, നമ്മൾ കടന്നുപോയ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ബലപ്പെടുത്താനും മാത്രം കരുത്ത് പകരുന്ന ഒരമ്മ. ഇംഗ്ലണ്ടിലെ രാജ്ഞിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ട്. ഒരു ഭടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ എലിസബത്ത് രാജ്ഞി അവരെ സന്ദർശിക്കാനായിട്ട് പോകുന്നുണ്ട്. ക്വീൻ എലിസബത്ത് വരുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഭർത്താവ് മരിച്ചു പോയ ആ സ്ത്രീക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അവൾ അത്രയ്ക്ക് സങ്കടത്തിലാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ ചെന്ന് ചേർത്ത് പിടിച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് എലിസബത്ത് രാജ്ഞി ഒന്നേ പറയണുള്ളൂ, ഞാനും ഒരു വിധവയാണ്. ഐ ആം ഓൾസോ എ വിഡോ ആൻഡ് ഐ നോ യുവർ പെയിൻ. ഈ പെൺകുട്ടിയുടെ പകുതി സങ്കടം അങ്ങോട്ട് മാറുന്നുണ്ട്. സ്വന്തം അമ്മയെ എന്ന കണക്ക് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് അവൾ ബലം പ്രാപിക്കുന്നൊരു കാഴ്ച അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞതാണ്. പരിശുദ്ധ മാതാവ് നമ്മുടെ രാജ്ഞിയാണെന്ന് പറയുമ്പോൾ ഇതേ ഒരു അനുഭവം. എല്ലാ അധികാരവും കിട്ടിയിരിക്കുന്ന ഒരാൾ, സ്വർഗാദി സ്വർഗങ്ങളുടെയും ഈ സകല ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും രാജ്ഞിയായ അമ്മ നമ്മളുടെ കുടുംബത്തിൽ ഇങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും കൂടെ നിൽക്കുന്നു എന്നുള്ളത് എന്തൊരു വലിയ ഭാഗ്യമാണെന്ന് ആലോചിക്കണം. വിവേകാനന്ദ സ്വാമികളാണ് പറയണത്, കത്തോലിക്ക സഭയ്ക്കൊരു അമ്മ ദൈവമുണ്ട്. ആരുടെ വേർഷനാണ്, പക്ഷേ പറഞ്ഞതുപോലെ എന്തൊരു ബലമാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു അമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടെ, അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടുകൂടെ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ അമ്മ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നതോടുകൂടെ എന്തൊരു സ്വസ്ഥതയും സമാധാനവും സ്നേഹവും സന്തോഷവും കൊണ്ട് നിറയുന്നൊരിടമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറുന്നു എന്നുള്ളത്. പരിശുദ്ധ മാതാവിനെ നമുക്ക് കുടുംബത്തിൻ്റെ രാജ്ഞിയായി സ്വീകരിക്കാം. ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം ഈ അമ്മയെ ഓർത്തെടുത്തുകൊണ്ട് ഓരോ ദിവസവും ജപമാല പ്രാർത്ഥനകൾ മുടക്കാതെ ഉരുക്കഴിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും മുടങ്ങാതെ ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. അമ്മയെ സ്വീകരിക്കുന്നതിൻ്റെ, രാജ്ഞിയായി സ്വീകരിക്കുന്നതിൻ്റെ, അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കടിഞ്ഞാൺ കൊടുക്കുന്നതിൻ്റെ അടയാളമാണത്. ഇനി അമ്മ നോക്കിക്കൊള്ളും. കാരണം ഒരു പ്രജയുടെ സുരക്ഷിതത്വം,
അവിടുത്തെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഉത്തരവാദിത്വമാണ്. ഇനിയൊന്നും ഭയക്കാതെ സാത്താൻ്റെ തല തകർത്ത് അവൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന ഒരു രാജ്ഞിയുടെ മക്കളായി ജീവിക്കാനുള്ള ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ സംരക്ഷണത്തിന് കീഴിലേക്ക് നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം കുരിശിൽ വെച്ച് നമ്മൾ കാണും. നമ്മളെ മുഴുവനായി ഈ അമ്മയുടെ സംരക്ഷണത്തിൽ, ഈ അമ്മയുടെ ഈ ഒരു പരിപാലനയിൽ ഈശോ ഏൽപ്പിക്കുന്നത് കാണും. ഇതാ നിന്റെ അമ്മ. കർത്താവ് ഏൽപ്പിച്ചേക്കണ അത്രയ്ക്ക് സുരക്ഷിതത്വം ഈശോ വേറൊരിടത്തും അനുഭവിച്ചിട്ടില്ലല്ലോ. ഇത്രയ്ക്ക് കരുത്ത് ഈശോയ്ക്ക് വേറൊരാളിൽ നിന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ പിന്നാലെ വരുന്ന ഓരോരുത്തർക്കും ഈ അമ്മയുടെ കരുതലും സംരക്ഷണവും കരുത്തും കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടെ ഈശോ ഈ അമ്മയെ നമുക്ക് തരണേ. അമ്മയെ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥയായി, രാജ്ഞിയായി, നമ്മളെ തന്നെ ഇങ്ങനെ നമ്മുടെ മുഴുവൻ നിയന്ത്രണവും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സ്വസ്ഥമാവാന്നേ. സർപ്പത്തിൻ്റെ തല തകർത്ത സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു അമ്മയുടെ മക്കളായി ജീവിക്കാൻ സാധിക്കട്ടെ ഈശോയെ. അതിനായി അങ്ങ് ഞങ്ങൾക്കായി നൽകിയ അവിടുത്തെ അമ്മ വഴിയായി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന്, സ്വർഗീയ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രാജ്ഞി വസിക്കുന്ന ഇടം കൊട്ടാരമാണല്ലോ. നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കിയേ. കൊട്ടാരം കണക്കെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഓട കണക്കെയാണോ കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും ബന്ധങ്ങളിലെ ആ ഒരു തകർച്ചകളും നമ്മുടെ കുടുംബത്തെ നമ്മൾ കൊണ്ടു നടക്കുന്ന രീതിയുമൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. കൊട്ടാരമാക്കാം, ഓടയാക്കാം. പരിശുദ്ധ മാതാവ് താമസിക്കാനുള്ള ഇടമാണെന്ന് ഓർക്കണം. ക്രിസ്തുവിന് വസിക്കാനുള്ള സ്ഥലമാണെന്ന് ഓർക്കണം. കൊട്ടാരം കണക്കെ കൊണ്ടു നടക്കണം നമ്മുടെ കുടുംബത്തെ. അതിന് നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും വിശുദ്ധീകരിക്കാൻ ഈശോയെ മനസ്സാകണമേ, അതിന് ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. വചനം ഓർമ്മപ്പെടുത്തുന്നതാ. ഈ വിശുദ്ധീകരണം നടക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടക്കകളിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.